ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളെ സീഡ്ലെസ് ലെമൻ്റെ ഒരു ലെയറിംഗ് ആണ്. അതിൻ്റെ ഒരു തൈ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് ലെയറിങ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ അതൊരു നല്ലൊരു കമ്പ് നോക്കിയിട്ട് അതിൻ്റെ ഒരു തൊലി ഏകദേശം ഒരു സെൻറ്റിമീറ്ററിൽ ഒരു ഇഞ്ചിൻ്റെ നീളം മതി. നീളത്തിൽ അതിൻ്റെ തൊലി പൊളിച്ചെടുത്ത് തൊലി നല്ല കറക്റ്റായിട്ട് പൊളിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പച്ച ഇതുണ്ടാവും. ആ പച്ച ഇതൊക്കെ നല്ലോണം വരണ്ടി പോക്കണം. തൊലിയെല്ലാം റൗണ്ട് ഇട്ടും റൗണ്ട് ഒരു കട്ട് ചെയ്തിട്ട് ആ തൊലി പൊളിച്ചെടുക്കുക. ശരിക്കും അതൊരു അതിൻ്റെ ഒരു പച്ച ഒരു ഇതുണ്ടാവും, അത് വരണ്ടി പോക്കണം. അല്ലെങ്കിൽ പിന്നെ വേര് പിടിക്കാൻ പ്രയാസമായിരിക്കും. അത് പിന്നെയും രണ്ടാമതും ആ തൊലി പിന്നെയും ജോയിൻ്റ് ആവും. അപ്പോൾ ആ തൊലിയൊക്കെ പൊളിച്ച് അപ്പോൾ ആ പച്ച കളറിന് നല്ലോണം വരണ്ടി എടുക്കുക. അപ്പോൾ അത് എല്ലാ ഭാഗത്തുനിന്നും കറക്റ്റായിട്ട് വരണ്ടി എടുക്കണം. അപ്പോൾ അത് ഉറപ്പ് വരുത്തണം മറ്റേ ഭാഗത്ത് എല്ലാ ഭാഗത്തും റൗണ്ടിൽ ആ പച്ച കളർ പോയിക്കുന്നില്ല. പോയില്ലെങ്കിൽ പിന്നെ വേര് പിടിക്കില്ല. അത് രണ്ടാമത് ആ തൊലി അവിടെ ജോയിൻ്റ് ആവും. അതാണെങ്കിൽ കുറേ അബദ്ധം പറ്റുന്നത് ആ പച്ചത്തൊലി ആകുമ്പോഴുണ്ടാവും. ചിലപ്പോൾ അത് നമ്മൾ ഇതായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ മിക്സാണിത്. ചാണകപ്പൊടിയും ചകിരിച്ചോറും കുറച്ച് മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്താണ്. മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കവറിലാക്കിയിട്ട് ഇന്ന് ഞാൻ കവറിലാണ് ചെയ്യുന്നത്. ചകിരി കിട്ടാനില്ല, ചകിരിത്തുമ്പ് റെഡി ആയതില്ല. അപ്പോൾ തൽക്കാലം കവറിലാക്കാൻ വിചാരിച്ചു. ആ കവറിൽ കുറച്ച് നിറച്ചിട്ട് ഒരു കാൽഭാഗം നിറച്ചിട്ട് ആ കവറൊന്ന് കെട്ടി പിന്നെ അത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ നമ്മൾ വരണ്ടി ശരിയാക്കിയത്തിൽ അവിടെ വെച്ച് നല്ല ദമ്മായിട്ട് കെട്ടിയാൽ മതി. ഇപ്പോൾ ഇതിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ കുറച്ച് മണ്ണും അതൊരു പശക്ക് ഒരു ഒട്ടിപ്പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഓവർ മണ്ണ് വേണമല്ലോ. ചകിരി തുമ്പാണ് ഏറ്റവും നല്ല. ഈ കവറിനെ കാണാൻ കെട്ടിയാൽ നിൽക്കും. ഇത് കെട്ടിയാൽ നിൽക്കുക. പ്ലാസ്റ്റിക് ആകുമ്പോൾ കെട്ടിയാൽ ഒരു യോഗി കളിക്കില്ല. മറ്റേ ചകിരി ആകുമ്പോൾ ശരിക്കും നമ്മളവിടെ പിടിച്ചാൽ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ നല്ലോണം അവിടെ നിന്ന് പിടിച്ചേക്കും, പിന്നെ അനങ്ങൂല. ഏതായാലും ഇതിലാക്കിയത് മിക്സ് കവറിൽ നിറച്ചിട്ട് അതിൽ സെൻറ്ററിൽ കട്ട് ചെയ്യണം. ഉള്ളിൽ കട്ട് ചെയ്തിട്ട് ആ തൊലി എടുത്ത ഭാഗത്ത് നല്ലോണം അവിടെ അമ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടണം. ആ ഇതിന് കവറിനുള്ളിൽ പോട്ടി മിക്സ് എല്ലാം കൂടി നടുക്കൊക്കെ വരുന്ന രീതിയിൽ കെട്ടണം. നല്ലോണം കെട്ടണം, ഇളകി പോകരുത്. ഇളകി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കാൻ പാടില്ല. ചകിരിയാണെങ്കിലാണ് ഏറ്റവും ചകിരിത്തുമ്പാണെങ്കിൽ തിരിഞ്ഞ് കളിക്കില്ല. നല്ലോണം കെട്ടി അവിടെ പിടിച്ചേക്കും. പ്ലാസ്റ്റിക് ആകുമ്പോൾ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. അതിന് കുഴപ്പമില്ല. നല്ല കെട്ടുന്ന നാരെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഉസാറായിട്ട് നല്ല കണ്ടീഷനായിട്ട് കെട്ടണം. വെള്ളം ഇറങ്ങുന്നതിനും പ്രശ്നമൊന്നുമില്ല. വിഷയം മഴത്താണ് ഏറ്റവും നല്ലത് ലെയറിങ് ചെയ്യാൻ. സുഖമായിട്ട് പെട്ടെന്ന് വേര് വന്നോളും. ചകിരിത്തുമ്പാകുമ്പോൾ വെച്ചാൽ ഒന്നും നോക്കണ്ട. അതിൽ ശരിക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ശരിക്ക് വേര് പെട്ടെന്ന് പിടിക്കും. ഇതിൽ വെള്ളം ഇറങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഏതായാലും കെട്ടി. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഇത് ഈ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാൽ കുല കുത്തിങ്ങാനും കായ്ക്കുന്ന ഒരു സൈസാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ കായുണ്ട് വിളവെടുക്കാനത്. ഇപ്പോൾ ഇതൊക്കെ നല്ല മൂത്ത് വിളവെടുക്കാനായ കായ്കളാണ്. ഞാനിപ്പോൾ വെള്ളം കലക്കാനും വേണ്ടപ്പോൾ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് പറിക്കാൻ നിൽക്കുകയാണ്. പൊട്ടിക്കണം അപ്പം വിചാരിക്കും വിളവെടുക്കണം വിചാരിക്കും. പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോൾ ആർക്കും വെള്ളമൊന്നും കലക്കാൻ കുടിക്കാൻ വേണ്ട. ചൂട് സമയത്താണെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, കഴിയും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം മറക്കാണ്ട് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.